Hello dear friends, welcome to RJS Physics Classes. Atom എന്നുള്ള ചാപ്റ്ററിൽ എനർജി ട്രാൻസിഷൻ വരെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ അടുത്തത് എന്താന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫൺ സീരീസുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയണത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമ്മളെ കൺട്രോളിൽ നിൽക്കണ ക്വാണ്ടിറ്റീസ്. വളരെ ചെറിയൊരു ചാപ്റ്റർ, സുന്ദരമായ ചാപ്റ്റർ, അതാണ് ആറ്റംസ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് സ്പെക്ട്രൽ ലൈനുകളുടെ ലോകത്തേക്ക് നമ്മളുടെ യാത്ര ആരംഭിക്കാം. നിങ്ങളോടൊപ്പം ഞാനും. ബുക്കും പെന്നൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? എഴുതാൻ റെഡിയായി, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ റെഡി ആയിട്ടാവും നിങ്ങൾ ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കണം. ഈ സീരീസ് മുഴുവൻ പോണത് ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. 1 by lambda equal to r into 1 by n1 square minus 1 by n2 square. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ സീരീസിനെ പറ്റിയിട്ടും പറയണത്. ഓക്കെ, സോ 1 by lambda equal to r into 1 by n1 square minus 1 by n2 square. ലോജിക് ക്ലിയർ ആയില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ലൈമാൻ സീരീസ്, അതാണ് ഫസ്റ്റ്. ലൈമാൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ലെവലിലേക്ക് ഡിഎക്സൈറ്റ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ലൈമാൻ സീരീസ് എന്ന് വിളിക്കാം. അത് എണ്ണൽ പോലെയാണ്. 1, 2, 3, 4, 5 പോലെയാണ് ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഓക്കെ, സോ N1-ന് 1, 2, 3, 4, 5 എന്ന് കൊടുത്താൽ ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ടായിട്ട് മാറും. ലൈമാൻ സീരീസ് ആണെങ്കിൽ N1 ഈക്വൽ ടു 1, ബാമർ സീരീസ് ആണെങ്കിൽ N1 ഈക്വൽ ടു 2, പാഷൻ സീരീസ് ആണെങ്കിൽ N1 ഈക്വൽ ടു 3, ബ്രാക്കറ്റ് സീരീസ് ആണെങ്കിൽ N1 ഈക്വൽ ടു 4, ഫണ്ട് സീരീസ് ആണെങ്കിൽ N1 ഈക്വൽ ടു 5. ഓക്കെ, അതിൽ ലൈമാൻ ആൻഡ് ബാമർ എന്നുള്ള രണ്ട് സ്പെക്ട്രൽ ലൈനുകളുമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലൈമാൻ സീരീസ്. ലൈമാൻ സീരീസിൽ ഓക്കെ, N1 എന്നുള്ളത് 1 ആയിരിക്കും. N2 എന്നുള്ളതിനെ നമുക്ക് ജനറലി N എന്ന് വിളിക്കാം. അപ്പം ഇക്വേഷൻ എങ്ങനെ വരില്ലേ? 1 by lambda equal to r into 1 by 1 square minus 1 by n square, where n equal to 2, 3, 4, 5, 6, etc. up to infinity. Okay, ഇതാണ് ലൈമാൻ സീരീസിന്റെ ഇക്വേഷൻ. 1 by lambda equal to r into 1 by 1 square minus 1 by n square. ലൈമാൻ സീരീസിൽ ഒന്നാമത്തെ എനർജി ലെവലിലേക്കാണ് ഡിഎക്സൈറ്റ് ചെയ്യണത്. എവിടുന്ന് വേണമെങ്കിലും ഡിഎക്സൈറ്റ് ചെയ്യാം. 2-ന്നോ 3-ന്നോ 4-ന്നോ 5, 6, 7, 8, 9 അങ്ങനെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന എനർജി ലെവൽ ഉണ്ടെങ്കിൽ അവിടുന്ന് വരെ ഒന്നിലേക്ക് ഡിഎക്സൈറ്റ് ചെയ്യാം. ഓക്കെ, സോ N1 എന്ന് പറഞ്ഞ 1 ആണ്, N2 എന്ന് പറഞ്ഞ N, അത് ഒന്നിന് മുകളിലത്തെ ഏതും വരാം. ഓക്കെ, ഇപ്പം നോക്കിക്കോളൂ, ഇവിടുന്ന് ഇങ്ങോട്ട് ഡിഎക്സൈറ്റ് ചെയ്തൂടെ? ഇവിടുന്ന് ഇങ്ങോട്ട് ഡിഎക്സൈറ്റ് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് ഡിഎക്സൈറ്റ് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് ഡിഎക്സൈറ്റ് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് ഡിഎക്സൈറ്റ് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് ഡിഎക്സൈറ്റ് ചെയ്യാം. ഇങ്ങനെ ഡിഎക്സൈറ്റ് ചെയ്യുമ്പോൾ ഇവരൊരു എനർജി എമിറ്റ് ചെയ്യും. അതാണ് നമ്മൾ ലൈമാൻ സീരീസ് എന്ന് വിളിക്കണത്. ഇവിടുന്ന് എമിറ്റ് ചെയ്യണ സ്പെക്ട്രം, അതിനെ നമ്മൾ വിളിക്കണ പേരാണ് ലൈമാൻ സീരീസ്. ഓക്കെ, ഒന്നാമത്തെ ലെവലിലേക്ക് ബാക്കി ഏത് ലെവലിൽ നിന്നും ഡിഎക്സൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമിഷൻ സ്പെക്ട്രത്തിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ലൈമാൻ സീരീസ് എന്ന് വിളിക്കാം. ഇനി ഈ സ്പെക്ട്രത്തിൻ്റെ മാക്സിമം ആൻഡ് മിനിമം വേവ് ലെങ്ത് കാണാൻ ഏത് സ്പെക്ട്രം ആണെങ്കിലും മാക്സിമം വേവ് ലെങ്ത് കാണണമെങ്കിൽ യു ഹാവ് ടു ഗീവ് ദ ഫസ്റ്റ് നമ്പർ. മിനിമം വേവ് ലെങ്ത് കാണണമെങ്കിൽ യു ഹാവ് ടു ഗീവ് ദ ലാസ്റ്റ് നമ്പർ. ഈ സ്പെക്ട്രൽ സീരീസ് നമ്മൾ ഏത് എഴുതുകയാണെങ്കിലും അതിൽ മാക്സിമം വേവ് ലെങ്ത് കാണാൻ പറഞ്ഞാൽ ഈ എഴുതി വെച്ചേത്ത ഫസ്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുക. n എന്നുള്ളടത്ത് യു വിൽ ഗെറ്റ് മാക്സിമം വേവ് ലെങ്ത്. മിനിമം വേവ് ലെങ്ത് കിട്ടണോ? ഈ n എന്നുള്ളടത്ത് ലാസ്റ്റ് നമ്പർ കൊടുക്കുക. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതല്ലേ?
സെക്കൻഡ് അതിനേക്കാളും ചെറുത്, തേർഡ് അതിനേക്കാളും ചെറുത്, ലാസ്റ്റ് എന്ന് പറഞ്ഞാലോ ഏറ്റവും ചെറുത്. സോ ഫസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈമാൻ എന്ന് പറയുന്നത് മാക്സിമം ആണ്. സെക്കൻഡ് വേവ് ലെങ്ത്, തേർഡ് വേവ് ലെങ്ത്, ഫോർത്ത് വേവ് ലെങ്ത്, ഫിഫ്ത്ത് വേവ് ലെങ്ത്, അങ്ങനെ പോകും. ഇതാണ് ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ. ഓക്കെ, സോ ലൈമാൻ സീരീസ് നമുക്കറിയാം n1 ഈക്വൽ ടു 1 ഫസ്റ്റ് ലെവലിലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യുമ്പോൾ വരുന്ന എമിഷൻ സ്പെക്ട്രാണ് ലൈമാൻ സീരീസ്. സോ ഇക്വേഷനിൽ n1 കാണുന്നോടത്ത് 1 കൊടുക്കുക, n2 കാണുന്നോടത്ത് n എന്ന് പറഞ്ഞ 2, 3, 4, 5, 6 അങ്ങനെ ഏതും ആവാം. ഓക്കെ, അടുത്ത ഏത് വാല്യൂ വേണമെങ്കിലും വരാം. ലോജിക് ക്ലിയർ ആയില്ലേ? അപ്പോൾ ലൈമാൻ സീരീസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, നോ പ്രോബ്ലം. ദെൻ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം വേവ് ലെങ്ത് ഇൻ ലൈമാൻ. ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം വേവ് ലെങ്ത് ഇൻ ലൈമാൻ സീരീസ്. ഞാൻ നേരത്തെ പറഞ്ഞു മാക്സിമം വേവ് ലെങ്ത് കിട്ടണമെങ്കിൽ യു ഹാവ് ടു പുട്ട് ദ ഫസ്റ്റ് നമ്പർ, മിനിമം വേവ് ലെങ്ത് കിട്ടണമെങ്കിൽ യു ഹാവ് ടു പുട്ട് ദ ലാസ്റ്റ് നമ്പർ. ഓക്കെ, സോ മാക്സിമം വേവ് ലെങ്ത് കിട്ടാൻ യു ഹാവ് ടു ഗീവ് n ഈക്വൽ ടു 2. അപ്പോൾ 1/λ എന്താ വരിക നോക്കിയേ, r ഇൻറ്റു 1 മൈനസ് 1/4 മീൻസ് r ഇൻറ്റു 3/4. അപ്പോൾ ലാംഡ എന്താ കിട്ടുക, 4/3r. ഓക്കെ, ഇതിൻ്റെ വാല്യൂ കാണാൻ വളരെ സിമ്പിൾ ആണ്. 4/3 ഇൻറ്റു 912 ആങ്സ്ട്രോം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 1/r വാല്യൂ നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. 1/r വാല്യൂ 912, ഇത് വെട്ടാണെങ്കിൽ 304. So we will get the answer 121.6 angstrom. ആണോ? അല്ല, 1216 ആങ്സ്ട്രോം. 304 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 1216 ആങ്സ്ട്രോം, അല്ലെങ്കിൽ 121.6 നാനോമീറ്റർ. 121.6 നാനോമീറ്റർ. It is the maximum wavelength in Lyman. Okay, ഇനിയുള്ളത് മിനിമം വേവ് ലെങ്ത് ഇൻ ലൈമാൻ സീരീസ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് മാക്സിമം വേവ് ലെങ്ത് ഇൻ ലൈമാൻ സീരീസ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 1216 ആങ്സ്ട്രോം, അല്ലെങ്കിൽ 121.6 നാനോമീറ്റർ. ഇതാണല്ലോ നമുക്ക് കിട്ടിയത്. ഇനി the minimum wavelength in Lyman, അത് വളരെ സിമ്പിൾ ആണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് 1/λ എന്ന് പറഞ്ഞാൽ r ഇൻറ്റു 1/1² മൈനസ് 1/, ലാസ്റ്റ് നമ്പറാണ് കൊടുക്കേണ്ടത്, ഇൻഫിനിറ്റി സ്ക്വയർ. 1/∞ 0 ആണ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു 1/r. ആൻസർ ഈസ് 912 ആങ്സ്ട്രോം. means 91.2 nanometer. 91.2 nanometer. Okay, so ലൈമാൻ സീരീസിന്റെ മാക്സിമം വാല്യൂ വന്നത് 121.6 നാനോമീറ്റർ. മിനിമം വേവ് ലെങ്ത് വന്നത് 91.2 നാനോമീറ്റർ. സോ ലൈമാൻ സീരീസ് വരുന്നത് 90 മുതൽക്ക് 122 വരെയാണ്. 90 മുതൽ 122 വരെ. വിസിബിൾ സ്പെക്ട്രം നമുക്കറിയാമല്ലോ അല്ലേ, 300 മുതൽ 800 നാനോമീറ്റർ വരെ വിസിബിൾ സ്പെക്ട്രം. 300 താഴെ നാനോമീറ്റർ വേവ് ലെങ്ത് വന്നാൽ അതിനെ നമ്മൾ വിളിക്കണ പേര് അൾട്രാ വയലറ്റ് എന്നാണ്. 800 മുകളിലാണെങ്കിൽ അതിനെ വിളിക്കണ പേര് ഇൻഫ്രാറെഡ് എന്നാണ്. ഓക്കെ, ലൈമാൻ സീരീസിന്റെ മാക്സിമം 121.6 നാനോമീറ്റർ, മിനിമം 91.2 നാനോമീറ്റർ. സോ ഇതിൻ്റെ ഉള്ളിലാണ് ലൈമാൻ സീരീസ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് ലൈമാൻ സീരീസ് വരിക. സോ നമുക്ക് ധൈര്യമായിട്ട് പറയാം ലൈമാൻ സീരീസ് ബിലോങ്സ് ടു അൾട്രാ വയലറ്റ്, ഓർ ലൈമാൻ സീരീസ് ഇസ് ഇൻ അൾട്രാ വയലറ്റ് റീജിയൻ.
കാരണം ക്ലിയർ ആയില്ലേ? മിനിമം 91 നാനോമീറ്റർ ആണ്, മാക്സിമം 121 പോയിന്റ് സംതിങ് നാനോമീറ്റർ ആണ്. ഇതിൻ്റെ ഇടയിലാണ് ലൈമാൻ സീരീസ് വരുന്നത്. സ്വാഭാവികമായിട്ടും അതേത് റേഞ്ചിലാണ് വരുന്നത്? അൾട്രാ വയലറ്റിലാണ്. സോ ലൈമാൻ സീരീസ് ഇൻ അൾട്രാ വയലറ്റ് റീജിയൻ. ഓക്കെ, സോ ഇത് UV റീജിയനിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് the wavelength of second line in Lyman. Find the wavelength of second line in Lyman. Find the wavelength of second line in Lyman. Lyman series in the first line കിട്ടണമെങ്കിൽ n equal to 2, second line n equal to 3, third line n equal to 4, അങ്ങനെ പോകും. So second line വേണമെങ്കിൽ 1 by lambda equal to R into 1 minus 1 by 9. Okay, so നമുക്ക് ആൻസർ കിട്ടും R into 8 by 9. So lambda equal to 9 by 8 R. എന്ന് പറഞ്ഞാൽ 9 by 8 into 912 ആങ്സ്ട്രോം. Okay, so ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 114. Okay, then 114 into 9 എന്ന് പറഞ്ഞാൽ 4 into 9 36, remainder 3, then 9 into 1 9 3 2. Okay, 1026 ആങ്സ്ട്രോം. ഇതാണ് വേവ് ലെങ്ത് ഓഫ് സെക്കൻഡ് ലൈൻ ഇൻ ലൈമാൻ. പറഞ്ഞ ലോജിക് സിമ്പിൾ അല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് ഈ പറഞ്ഞത്. ഓക്കെ, സോ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ n equal to 2 വിച്ച് ഈസ് എ മാക്സിമം വേവ് ലെങ്ത്. സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ n equal to 3, തേർഡ് ലൈൻ എന്ന് പറയുമ്പോൾ n equal to 4, ലാസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ n equal to infinity. n equal to infinity ആണ് ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ മിനിമം വേവ് ലെങ്ത്. മാക്സിമം വേവ് ലെങ്ത് 121.6 നാനോമീറ്റർ, മിനിമം വേവ് ലെങ്ത് 91.2 നാനോമീറ്റർ. ഓക്കെ, സെക്കൻഡ് ലൈൻ്റെ വേവ് ലെങ്ത് എത്രയാണ് വരാന്ന് ചോദിച്ചാൽ 102.6 നാനോമീറ്റർ ഓർ 1026 ആങ്സ്ട്രോം. ഓക്കെ, പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? സോ ആ ഫിഗർ വ്യക്തമായിട്ടൊന്ന് നോക്കൂ. അതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് നോക്കിയാൽ നമുക്ക് ഐഡിയ കിട്ടും, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഓക്കെ, ഇനി the next one is Balmer series. ലൈമാൻ സീരീസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലൈനിലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈമാൻ സീരീസ് കിട്ടുക. ഇതേപോലെ രണ്ടാമത്തെ എനർജി ലെവലിലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബാമർ സീരീസ്. ഓക്കെ, സോ ബാമർ സീരീസ് വരുമ്പോൾ ഇങ്ങനെ വരും. ബാമർ സീരീസ് വരുമ്പോൾ ഇങ്ങനെ വരും. രണ്ടാമത്തെ ലെവലിലേക്ക് മറ്റ് ലെവലുകളിൽ നിന്ന് ഡീഎക്സൈറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ വരുന്ന സ്പെക്ട്രത്തിനെ നമ്മൾ വിളിക്കണ പേരാണ് ബാമർ സീരീസ്. ഇതിനെ വിളിക്കണ പേര് ബാമർ സീരീസ് എന്നാണ്. ഓക്കെ, സോ രണ്ടാമത്തെ ലെവലിലേക്ക് അതിൻ്റെ മുകളിലത്തെ മറ്റ് ലെവലുകളിൽ നിന്ന് ഡീഎക്സൈറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന സ്പെക്ട്രാണ് ബാമർ സീരീസ്. ഒന്നാമത്തെ ലെവലിലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യുമ്പോൾ ലൈമാൻ സീരീസ്, രണ്ടാമത്തെ ലെവലിലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യുമ്പോൾ ബാമർ സീരീസ്. ഓക്കെ, സോ ബാമർ സീരീസ് ആവുമ്പോൾ ഇതേ ഇക്വേഷൻ 1 by lambda equal to R into ഈ n1 എന്നുള്ളത് രണ്ടാമത്തെ ലെവലാണ്. സോ 1 by 2 സ്ക്വയർ മൈനസ് 1 by n സ്ക്വയർ. ഏത് ലെവലിലേക്കാണോ ഡീഎക്സൈറ്റ് ചെയ്യേണ്ടത് ആ ലെവലാണ് നമ്മൾ n1 ആയിട്ട് കൊടുക്കുക. എവിടുന്ന് വരുന്നോ അത് n2. ഇനി n ഈക്വൽ ടു രണ്ടിൻ്റെ മുകളിലത്തെ എല്ലാം ഉണ്ടാവും. ഓക്കെ, സോ 3 4 5 6 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. Again, Balmer series in the maximum wavelength കിട്ടണമെങ്കിൽ you have to put the first number. Minimum wavelength കിട്ടണമെങ്കിൽ you have to put the last number. Means minimum കിട്ടാൻ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് n equal to infinity ആണ്. Maximum കിട്ടാൻ നമ്മൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് നമ്പർ ആണ്.
So find the maximum wavelength in Balmer series. Balmer series in the maximum wavelength. Okay, Balmer series in the maximum wavelength കാണാൻ 1 by lambda equal to r into 1 by 4 minus 1 by 9. Okay, so നമുക്ക് ആൻസർ കിട്ടും എന്താ വരിക r into 5 by 36. ശരിയല്ലേ? 5 by 36 വരും. ഓക്കെ, സംശയമില്ല എന്ന് പ്രതീക്ഷിക്കണോ? 5 by 36 LCM കാണുമ്പോൾ നമുക്ക് കിട്ടുക. സോ ലാംഡ ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 5r എന്ന് പറഞ്ഞാൽ 36 by 5 into 912 ആങ്സ്ട്രോം. 36 by 5 into 912 ആങ്സ്ട്രോം. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞല്ലേ? വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഇനി ഇത് എത്ര കിട്ടുക എന്ന് ചോദിച്ചാൽ ഇതിനെ നമുക്ക് 7.2 എന്ന് എഴുതാം. സോ 912 into 7.2 4 to 18 then 14 8 okay then 63 4 6 16 5 6 okay ശരിയല്ലേ? സോ 6566.4 6566.4 ആങ്സ്ട്രോം അല്ലെങ്കിൽ 656.6 നാനോമീറ്റർ. ദിസ് ഈസ് ദി മാക്സിമം വേവ് ലെങ്ത് ഇൻ ബാമർ സീരീസ്. ആൻഡ് വാട്ട് ഈസ് ദി മിനിമം വേവ് ലെങ്ത് ഇൻ ബാമർ സീരീസ്? മിനിമം വേവ് ലെങ്ത് കിട്ടാൻ പുട്ട് n ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ 1 by lambda ഈക്വൽ ടു r into 1 by 4. കാരണം n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ആ ക്വാണ്ടിറ്റി എന്തായിട്ട് പോവും? 0 ആയിട്ട് പോവും. ഓക്കെ, സോ ലാംഡ ഈക്വൽ ടു 4 by r. ആൻസർ ഈസ് 4 into 912 ആങ്സ്ട്രോം. 3648 angstrom or 364.8 nanometer. This is the required wavelength. 364 മുതൽ 656 വരെ നാനോമീറ്റർ ആണ് ബാമർ സീരീസ്. ഓക്കെ, 300 മുതൽ 800 നാനോമീറ്റർ വരെ അല്ലേ വിസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. സോ ബാമർ സീരീസ് ഏത് റീജിയനിലാണ് വരിക? നോ ഡൗട്ട് അറ്റ് ഓൾ, ഇറ്റ് ഈസ് ഇൻ ദി വിസിബിൾ റീജിയൻ. ഓക്കെ, ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണെങ്കിൽ ബാമർ സീരീസ് ഏതിലാണ് വരിക? വിസിബിൾ റീജിയനിലാണ് വരിക. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ രണ്ട് സീരീസുകളെ പറ്റി കൃത്യമായ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ലൈമാൻ സീരീസ് എന്താണെന്നറിയാം, ബാമർ സീരീസ് എന്താണെന്നറിയാം. മാക്സിമം വേവ് ലെങ്ത് കിട്ടാൻ വി ഹാവ് ടു പുട്ട് ദ ഫസ്റ്റ് നമ്പർ, മിനിമം വേവ് ലെങ്ത് കിട്ടാൻ വി ഹാവ് ടു പുട്ട് ദ ലാസ്റ്റ് നമ്പർ. ഓക്കെ, ഇനി സെക്കൻഡ് വേവ് ലെങ്ത് ഇൻ ബാമർ ആണ് വേണ്ടതെങ്കിൽ സെക്കൻഡ് നമ്പർ, തേർഡ് വേവ് ലെങ്ത് തേർഡ് നമ്പർ, ഫോർത്ത് വേവ് ലെങ്ത് ഫോർത്ത് നമ്പർ. ആ വാല്യൂ എന്നിന് പകരം കൊടുത്താൽ നമുക്ക് ഏതും കിട്ടും. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി പറയാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ്. ഓക്കെ, ഇതിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് വേവ് ലെങ്ത് ഇൻ ബാമർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറയാണ് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് വേവ് ലെങ്ത് ഇൻ ബാമർ. സെക്കൻഡ് വേവ് ലെങ്ത്തും തേർഡ് വേവ് ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ കാണാനാണ്. ഓക്കെ, നോക്കാം. 1 by lambda equal to r into 1 by 4 minus second wavelength എന്ന് പറഞ്ഞാൽ we have to put the second number. So 1 by 16. ഇതിൻ്റെ LCM എടുക്കുമ്പോൾ r into 16 ഇവിടെ വരും. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ 4 minus 1. അപ്പോൾ ലാംഡ ഈക്വൽ ടു എന്ത് വരും? 16 by 3r.
ഇതാണ് സെക്കൻഡ് വേവ് ലെങ്ത്. നമുക്ക് λ2 എന്ന് കൊടുക്കാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വേവ് ലെങ്ത് ഓഫ് സെക്കൻഡ് ലൈൻ ആൻഡ് തേർഡ് ലൈൻ ഇൻ ബാമർ. ദാറ്റ്സ് അവർ ക്വസ്റ്റ്യൻ. Find the ratio of wavelength of second and third line in Balmer. So second line കിട്ടാൻ ഈ നമ്പർ കൊടുത്തു. ഇനി തേർഡ് ലൈൻ കിട്ടാൻ 1/λ3 equal to r into 1/4 minus 1/25. Okay, so അതിൻ്റെ LCM എടുക്കുമ്പോൾ r into 21 divided by 100. So λ3 equal to 100/21r. ഇനി എളുപ്പല്ലേ, λ1 by λ2 ആണ് നമുക്ക്, അല്ലെങ്കിൽ സോറി λ2 by λ3 ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് ആൻസർ കിട്ടുക എങ്ങനെയാണ്, 16/3r into 21r divided by 100. r കട്ട് ചെയ്ത് പോകും, ഇത് കട്ട് ചെയ്യുമ്പോൾ 7. ഓക്കെ, സോ 16 into 7 എത്ര വരിക, 70 plus 42, 112/100. That should be the answer. Okay. Yeah, 112 divided by 100. ഇനി ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്തൂടെ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വേവ് ലെങ്ത് ഓഫ് ഫിഫ്ത്ത് ആൻഡ് തേർഡ് വേവ് ലെങ്ത് ഇൻ ലൈമാൻ. വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് പോലും പറയാം. എങ്ങനെ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വേവ് ലെങ്ത് ഓഫ് തേർഡ് ലൈൻ ഇൻ ലൈമാൻ ആൻഡ് ഫോർത്ത് ലൈൻ ഇൻ ബാമർ. ഇതേപോലെ രണ്ട് വേവ് ലെങ്ത്തുകൾ കിട്ടും, അതിനെ ഡിവൈഡ് ചെയ്യുക, അതിൽ 6 വരുന്ന ക്വാണ്ടിറ്റി കട്ടായി പോവും. വി വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ 2 സീരീസുകൾ, ലൈമാൻ സീരീസ്, ബാമർ സീരീസ് നമ്മൾ പറഞ്ഞു. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി 3 സീരീസുകളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫൺ സീരീസ്. ഓക്കെ, സോ ആ 3 സീരീസുകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.